രാം നാരായണ രാം. സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതിന് എന്താണ് കാരണം? നമ്മളെല്ലാം ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ അത് എന്തിന്? പരമാത്മാവ് നമ്മെ ഇവിടെ അയച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ഇന്നു ഇതയല്ലാതെ അറിയാനുള്ള ശ്രമം ചെയ്യും. സൃഷ്ടിയിൽ ഏതു വസ്തുക്കളും മഹാകാശത്തിലുള്ള വസ്തുവും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. മുഴുവൻ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പ്രകൃതി മഹാകാശത്തിന്റെ ഒരു മുഖമാണ്. അതിനാൽ നമ്മളെല്ലാം പ്രകൃതിയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. പ്രകൃതിയിലുള്ള എല്ലാ ഗുണങ്ങളും വസ്തുക്കളും ഓരോ മനുഷ്യന്റെയും ഉള്ളിലുണ്ട്. അതിനാൽ നമ്മളെല്ലാം മഹാകാശത്തിന്റെ ഭാഗമാണ്. നമ്മളല്ല ഈശ്വർ, ഭഗവാൻ എന്ന് എന്തായാലും വിശ്വസിക്കുന്നുവോ? അവയൊക്കെ ഒറ്റയാണെന്ന്. അവയെല്ലാം മഹാകാശമാണ്. മഹാകാശം നമ്മെ ഇവിടെ അയച്ച ഉദ്ദേശം എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നമ്മുടെ വിവേകമാണ്. മഹാകാശം ഒരു മഹാവിദ്യാലയമാണ്. ഈ വിദ്യാലയം പൂർത്തിയാക്കുക, അതിൽ മുഴുവൻ മാർക്കുകൾ നേടുക വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നുവരെ ഒരാളും ഇതിൽ മുഴുവൻ മാർക്കുകൾ നേടുന്നില്ല. നമ്മൾ ഇനിയുള്ള എല്ലാ ദേവന്മാരുടെയും മതങ്ങളുടെയും പേരുകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവരിൽ ഒരുത്തരും ആകാശത്തിന്റെ പരീക്ഷ തികച്ചിട്ടില്ല. ഈ പരീക്ഷയിൽ മുഴുവൻ മാർക്കുകൾ നേടുന്നവനെയാണ് ആകാശ ഡിഗ്രി ലഭിക്കുക. അവൻ ആകാശത്ത് വരണമല്ലോ, അവനാണ് മോക്ഷം ലഭിക്കുക. നമ്മുടെ എല്ലാം ഉള്ളിൽ വിവേകം നമ്മുടെ അന്തരാത്മയിൽ നിവാസമാക്കുന്നു. ഇത് നമ്മെ ജീവിക്കാൻ ശരിയായ മാർഗദർശനം നൽകുന്നു. എങ്കിൽ നമ്മൾ നമ്മുടെ വിവേകത്തെ ശ്രദ്ധിക്കാത്ത പക്ഷം നമുക്ക് മോക്ഷം ലഭിക്കുന്നില്ല. ഓരോ മനുഷ്യൻ ശരീരത്തിൽ 50,000,000 കോടി ആത്മകൾ നിവാസമാക്കുന്നു. നമ്മളെല്ലാം ദിവസവും 23 തവണ സമ്പൂർണ്ണ ഭക്ഷണം കഴിച്ച് സുഖപ്പെടുന്നു. എന്നാൽ ഒരിക്കൽ നമ്മൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഉള്ളിൽ 50,000,000 കോടി ആത്മകൾ എന്തു ഭക്ഷിക്കുന്നുവോ? ഇവക്ക് ഭക്ഷണം ലഭിക്കാത്താൽ അവ പല ഭാഗത്തും മരിച്ചുപോകും. പിന്നീട് എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിലുള്ള ഈ 50,000,000 കോടി ആത്മകളുടെ ശക്തി, ഊർജമെല്ലാം നശിച്ചുപോകും. ഇതിലൂടെ നമുക്ക് ബലഹീന കൈവരികയും നമ്മുടെ മാനസിക പ്രവർത്തനം നിന്നെ ഒതുക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ജന്മം മുഴുവൻ പ്രവർത്തനരഹിതമായിരിക്കും. ഈ ഭൂമിയിൽ മനുഷ്യൻ ലഭിച്ച എല്ലാ വസ്തുക്കളും ആന്തരിക്ഷ, ആകാശം, പ്രകൃതി എന്നിവയിൽ നിന്നാണ് ലഭിച്ചത്. അതിന് വ്യക്തിപരമായി എന്തുമില്ല. ഭൂമി നമ്മുടെ മാതാവാണ്, സൂര്യൻ നമ്മുടെ പിതാവാണ്. അവൻ നമ്മെ ശക്തിയും ഊർജവും നൽകുന്നു. പ്രകൃതി നമ്മെ എല്ലാം നൽകിയിരിക്കുന്നു. എന്നാൽ പ്രകൃതി എന്തെങ്കിലും തിരികെ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നുണ്ടോ? സൂര്യൻ, ചന്ദ്രൻ, ആകാശം, എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നമ്മെ നൽകിയിരിക്കുന്നതിനു തിരികെ നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ അവ നിങ്ങൾക്ക് നൽകിയതിനു നന്ദി അറിയിക്കണമോ? പിന്നീട് മനുഷ്യൻ എങ്ങനെ മറ്റുള്ളവരിൽ അനാവശ്യമായ നന്ദി കാണിക്കും? അവന്റെ സ്വന്തമായ എന്തോ ആകുമോ? മനുഷ്യന്റെ ഈ പെരുമാറ്റം തന്നെയാണ് സാമൂഹ്യ ഭേദഭാവം സൃഷ്ടിക്കുന്നതും. എല്ലാവരും ഒരുമിച്ചുകൂടാതെ വേർപാടുകൾക്കിടയാക്കുന്നു. നമ്മുടെ മനസ്സിലായിരിക്കണം, ആകാശം, പ്രകൃതി ഇവയിൽ നിന്ന് പാഠമെടുക്കേണ്ടതാണ്. സൂര്യൻ ഒരിക്കലും പറയുന്നില്ല, ഞാൻ എന്റെ പ്രകാശം ഈ ജാതിക്കു മാത്രം തരാം, മറ്റുള്ളവർക്ക് നൽകുകയില്ല എന്ന്. അല്ലെങ്കിൽ ആകാശം ഒരിക്കലും പറയുന്നില്ല, ഞാനിതു ജീവിക്കാൻ തരുകയില്ല എന്ന്. ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ ഒരിക്കലും പറയുന്നില്ല, ഞാൻ എന്റെ ഊർജം നൽകുകയില്ല എന്ന്. ഈ മനുഷ്യനാണ് മാത്രമാണ് ഇങ്ങനെയുള്ള പെരുമാറ്റം പ്രചരിപ്പിക്കുന്നത്. നമുക്കിത് ശരിയായ ദിശയിൽ പോകേണ്ടത് നമ്മൾ സ്വയം ആകാശം, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങളെ നമ്മുടെ മാതൃകയാക്കണം. അവിടുന്ന് പോലെയാണ് പെരുമാറ്റം നടത്തണം. മാത്രമല്ല ഭൂമിയിലെ മനുഷ്യരിൽ ഐക്യവും സ്നേഹവും വളരുന്നതിന് കാരണമാകും. ഇന്ന് ആത്മാഭിലാഷം, മനസ്സിന്റെ ആഖ്യാനം, വിവേകത്തിന്റെ ദിശയെ അനുയോജ്യമായി അനുസരിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ എന്തായാലും ചെയ്യൂ, നിങ്ങളുടെ വിവേകം എന്നും നിങ്ങളെ ശരിയായ മാർഗത്തിലേക്ക് വഴികാട്ടും. അതിനാൽ എപ്പോഴും നിങ്ങളുടെ വിവേകത്തിന്റെ അനുസരണം ചെയ്യുക.